നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നമ്മൾ ആദ്യം പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകളിലേക്കാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം അരികെ. സംഘർഷം ആരംഭിച്ച് 24-ാം ദിവസം പശ്ചിമേഷ്യയിൽ താൽക്കാലികാശ്വാസം. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ ഊർജ്ജ പ്ലാന്റുകൾക്കെതിരായ ആക്രമണം 5 ദിവസം നിർത്തിവയ്ക്കുന്നുവെന്നാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ്. അതേസമയം ട്രംപുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനുമായി കഴിഞ്ഞ 2 ദിവസം നടത്തിയ ചർച്ചകൾ ഫലപ്രദമെന്നും ഇതേ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾക്കെതിരായ ആക്രമണം 5 ദിവസം നിർത്തിവെക്കാനാണ് യുദ്ധമന്ത്രാലയത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ തീരത്തോ ദ്വീപുകളിലോ ആക്രമണം നടത്തിയാൽ പെർഷ്യൻ ഗൾഫിലെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും തകർക്കുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. സംഘർഷത്തിൽ ഇറാനിൽ ഇതുവരെ 2000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്രയേലിൽ 22 പേർ കൊല്ലപ്പെട്ടപ്പോൾ 14 അമേരിക്കൻ സൈനികർക്കും ജീവൻ നഷ്ടമായി. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 10% കുറഞ്ഞത്. അതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയെ വധിക്കാൻ അമേരിക്കയ്ക്ക് താൽപര്യമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ മുസ്തഫ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വ്യക്തമല്ല. മുസ്തഫയല്ലാതെ ഇറാനിലെ ഉന്നത നേതാക്കളുമായി സമാധാന ചർച്ച നടത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്ക ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് ഇറാൻ അണുവായുധം നിർമ്മിച്ചേനെയെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തലിന് ഇസ്രയേലുമായി ചർച്ച നടത്തുകയാണെന്നും ഡൊണാൾഡ് ട്രംപ്. We're doing a 5-day period. We'll see how that goes. And if it goes well, we're going to end up with settling this. Otherwise, we'll just keep bombing our little hearts out. മറ്റു വാർത്തകളിലേക്കാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ചത്തേടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് ഭ്രൂണം കണ്ടെത്തിയത്. താൻ 3 മാസം ഗർഭിണിയായിരുന്നെന്നും മാസം തികയാതെ പ്രസവിച്ചുവെന്നും യുവതി മൊഴി നൽകി. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ താൻ ഭ്രൂണം സ്വയം വേർപെടുത്തിയെന്നാണ് യുവതിയുടെ മൊഴി. ഫ്രിഡ്ജിൽ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച മോഹൻലാൽ. അഭിനേതാക്കളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് ഇതുവരെ വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. VG വിനീത ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഹർജി നാളെ കോടതി ഇത് പരിഗണിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മോഹൻലാലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അഭിനേതാക്കളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ഈ രീതിയിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വ്യക്തി അവകാശം സംരക്ഷിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. നാളെ ഈ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. VG വിനീത വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, പറയൂ. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നടൻ മോഹൻലാലിന്റെ ആവശ്യം. ഈ ആവശ്യവുമായി അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. വിനീത, പറയൂ, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഹർജി? മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അഭിനേതാക്കളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് ഇതുവരെ വ്യക്തി അവകാശ സംരക്ഷണം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടൻ മോഹൻലാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ഈ ഹർജി നാളെ പരിഗണിക്കും. ശരി, VG വിനീത ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു. ശബരിമലയിൽ ലിംഗവിവേചനം ഇല്ല എന്നാണ് ബോർഡിന്റെ നിലപാട്. പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമാണ് അവിടെ ഉള്ളത് എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ വ്യക്തമാക്കുന്നു. സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിലാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശക്തമായി എതിർത്തിരിക്കുന്നത്. ശബരിമല പ്രത്യേക വിഭാഗ ക്ഷേത്രമെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച്
സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യം ആചാരങ്ങളെ ഹനിക്കുന്ന തരത്തിലാകരുത്. ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വിലയിരുത്തേണ്ടത് ആ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതിയുണ്ടെന്നും ദേവസ്വം ബോർഡ്. ശബരിമലയിൽ ലിംഗവിവേചനമില്ലെന്നും പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമാണെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. അനിവാര്യമായ മതാചാരം സംരക്ഷിക്കപ്പെടണമെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി, സ്റ്റാൻഡിംഗ് കൗൺസിൽ PS സുധീർ എന്നിവരാണ് വാദങ്ങൾ സമർപ്പിച്ചത്. 24 ഡൽഹി. പാർലമെന്റിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. വനിതാ സംവരണ ബിൽ ഭേദഗതി ചെയ്യാനാണ് നീക്കം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ഉയർത്തി 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് തീരുമാനം. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനാണ് ആലോചന. ഇതിനായി പ്രതിപക്ഷ പാർട്ടികളുമായി സമവായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചർച്ച നടത്തി. മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച ഉടൻ ഉണ്ടാകും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി. 1702 പേരാണ് പത്രിക സമർപ്പിച്ചത്. നാളെയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ച സമ്പൂർണ്ണ മത്സരചിത്രം തെളിയും. പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇനി പ്രചരണത്തിന് 15 നാൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. നാളെ മുതൽ മറ്റു മണ്ഡലങ്ങളിൽ VD സതീശൻ പ്രചരണത്തിനെത്തും. മന്ത്രിമാരായ GR അനിൽ, VN വാസവൻ, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ എന്നിവരും പത്രിക നൽകി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ KM ഷാജി, മഞ്ഞളാംകുഴി അലി, PK ഫിറോസ് തുടങ്ങിയവരും പത്രിക സമർപ്പിച്ചു. B ഗോപാലകൃഷ്ണൻ, ML അശ്വിനി, KP പ്രകാശ് ബാബു, കരമന ജയൻ തുടങ്ങി NDA സ്ഥാനാർത്ഥികളും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF പിന്തുണയുള്ള V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും പത്രിക സമർപ്പിച്ചു. ഇതിനിടെ NDA ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. പാലക്കാടും പ്രധാനമന്ത്രി പ്രചാരണം നടത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മറ്റന്നാൾ കോഴിക്കോട് പ്രചാരണം നടത്തും. ഇലക്ഷൻ ഡെസ്ക് 24. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയായി അപരന്മാർ. പേരാവൂരിൽ KK ശൈലജയ്ക്കും സണ്ണി ജോസഫിനും അപരഭീഷണിയുണ്ട്. ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥി PV അൻവറിന് 4 അപരന്മാരാണുള്ളത്. എതിർ സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന് 2 അപരന്മാരുണ്ട്. മഞ്ചേശ്വരം UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് വെല്ലുവിളിയായി 2 അഷ്റഫുമാരാണ് മത്സരരംഗത്തുള്ളത്. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി MK സക്കീറിന് 3 അപരന്മാരാണുള്ളത്. അമ്പലപ്പുഴയിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനും അപരശല്യമുണ്ട്. തവനൂരിൽ KT ജലീലിന് 3 അപരന്മാരാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ BJP സീൽ പതിഞ്ഞ വിഷയത്തിൽ നടപടിയെടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മെയിൽ അയച്ച സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കറുടേതാണ് നടപടി. കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിലാണ് കേരള BJPയുടെ സീൽ പതിച്ചത്. ക്ലറിക്കൽ പിഴവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. BJP സമർപ്പിച്ച കത്ത് അശ്രദ്ധ മൂലം രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചു എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർട്ടിക്കും കീഴടങ്ങരുത് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച ഡീൽ ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോലി ബി സഖ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി 2016 നിയമത്തെ BJP ജയം കോൺഗ്രസ് സഹായത്തോടെയെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രി ചരിത്രം പഠിപ്പിക്കേണ്ട എന്നും 1977 RSS പിന്തുണയോടെയാണ് പിണറായി വിജയൻ ജയിച്ചത് എന്നും VD സതീശൻ തിരിച്ചടിച്ചു. ഡീൽ CPMഉം കോൺഗ്രസും തമ്മിലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ CPIഎമ്മും BJPയും തമ്മിൽ ഡീലുണ്ടാക്കിയെന്നതാണ് സംസ്ഥാനത്തെ മുഖ്യ പ്രചരണ വിഷയം. കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം ചർച്ചയാകുമ്പോൾ നിഷേധവുമായി മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ രംഗത്തുണ്ട്. കോലീബി സഖ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. എന്തായിരുന്നു കോലീബി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റ് ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSഉം BJPയും UDFനെ പിന്താങ്ങും. എന്നാൽ CPIഎം BJP ഡീൽ എന്ന ആരോപണം സജീവമാക്കി നിലനിർത്താനാണ് UDFന്റെ ശ്രമം.
പാലക്കാടിന് പുറമെ കാസർഗോഡും മഞ്ചേശ്വരത്തും കോന്നിയിലും റാന്നിയിലും CPIM BJP ഡീലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജനസംഘ് ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച 1977 തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചാണ് ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നത്. അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പം ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായി. ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. ഡീൽ ആരോപണം നാടകമാണെന്നാണ് BJP നേതൃത്വത്തിന്റെ തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPIM കോൺഗ്രസും കേരളത്തിൽ പരസ്പരം എതിർക്കുന്നത് നാടകമെന്നാണ് വിമർശനം. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? CPIM കോൺഗ്രസ് അല്ലേ. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്ന ആരാണ്? CPIM കോൺഗ്രസ് അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാത്രം CPIM കോൺഗ്രസും നാടകം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ അലയൻസ് എന്തുകൊണ്ട് CPIMനെ പുറത്താക്കുന്നില്ല? പ്രചരണത്തിൽ മുഖ്യ വിഷയങ്ങളാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ളവയെ മറികടന്നാണ് CPIM BJP ഡീൽ രംഗം കൈയടക്കുന്നത്. 24 തിരുവനന്തപുരം. കാസർഗോഡ് മൈലാട്ടിയിൽ ദേശീയപാതക്കരികെ സ്ഥാപിച്ച LDFന്റെ പ്രചാരണ ബോർഡ് നശിപ്പിച്ചു. ബോർഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്ത രീതിയിലാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രചാരണ ബോർഡാണ് നശിപ്പിച്ചത്. CPM പനയാൽ ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. BJP പ്രവർത്തകർ പ്രചാരണ ബോർഡ് നശിപ്പിച്ചുവെന്നാണ് പരാതി. പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ മറുപടി. കോന്നിയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നു. ആവശ്യം വളരെ കൂടുതലാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. നിർമ്മാതാക്കളിൽ ഒരാളായ ബാബു ഷഹീർ ആണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി സമീപിച്ചത്. അന്വേഷണത്തിലൂടെ മാത്രമേ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമാകൂ എന്നാണ്. ഈ ഘട്ടത്തിൽ FIR റദ്ദാക്കാൻ കഴിയില്ല എന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ലാഭവിഹിതത്തിന്റെ 40% നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെന്നാണ് പരാതിക്കാരനായ സിറാജ് ഹമീദിന്റെ ആരോപണം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോണി ആന്റണി എന്നിവർക്കെതിരെയാണ് കേസ്. CPIM ഭരിക്കുന്ന അടൂർ സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ MLA R ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമര പിള്ള. ബാങ്കിൽ 75 ലക്ഷത്തിന്റെ ക്രമക്കേട് കണ്ടെത്തിയതോടെ CPM നേതാക്കൾ വേട്ടയാടുന്നുവെന്നാണ് ആരോപണം. അഴിമതിക്ക് കൂട്ടുനിൽക്കാനാകാത്തതിനാൽ അടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നുവെന്നും പൊൻതാമര പിള്ള പറഞ്ഞു. 1 വർഷത്തിലധികമായി അടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റാണ് മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ പൊൻതാമരപിള്ള. ഭർത്താവ് R ഉണ്ണികൃഷ്ണപിള്ള മുൻ MLAയും CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. ബാങ്കിലെ മുൻ പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രനാണ് ക്രമക്കേടുകൾക്ക് പിന്നിലെന്നാണ് ആരോപണം. അനധികൃതമായി വായ്പകൾ കൊടുത്തതടക്കം 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നും ഇതോടെയാണ് നേതാക്കൾ തനിക്കെതിരെ തിരിഞ്ഞത് എന്നും പൊൻതാമരപിള്ള പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഒത്തിരി നടന്നു. പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും അവയുടെ പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാ. നാട്ടും അങ്ങനെ അതും പരിധിയിലല്ലാതെ വളരെ ഗുരുതരമായ മാനസിക ഇതൊക്കെ ഉള്ളവർക്ക് വരെയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. നാളെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. അഴിമതി വാർത്ത പുറത്തുവന്നതോടെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 24 പത്തനംതിട്ട. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം മംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഓൺലൈനായി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരങ്ങളായ ഇമ്രാൻ ഹാഷ്മി, ഉപേന്ദ്ര റാവു എന്നിവർ മുഖ്യ അതിഥികളായി. ബോബി ചെമ്മണ്ണൂരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ലോക്സഭാംഗം ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പനയും കർണാടക നിയമസഭാ അംഗം D വേദവ്യാസ കമ്മത്ത് ആദ്യ ഡയമണ്ട് വിൽപ്പനയും നടത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.